ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തി ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഫൈവ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതിനകത്ത്. ശരിക്കും അവർ പെട്ടുപോയ ഒരു അവസ്ഥയിലാണുള്ളതെന്നുള്ളതാണ്. നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പൂർണ്ണമായിട്ടും കണക്ട് ചെയ്യാൻ അവർക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. കാരണം കുറേ കാര്യങ്ങളിൽ റിഗ്രറ്റ് ഉണ്ട് അവർക്ക് എന്നാണ് കാണുന്നത്. ഇപ്പം പാസ്റ്റിൽ നിങ്ങൾ ഇവരുമായിട്ട് ഉണ്ടായ കോൺഫ്ലിക്റ്റുകളോ അല്ലെങ്കിൽ ഇവർ നിങ്ങളോട് ചെയ്ത മിസ്റ്റേക്സോ ഒക്കെ ഇവരുടെ മനസ്സിൽ ഇപ്പം വരുന്നുണ്ട് എന്നുള്ളതാണ്. ചെയ്യാൻ പാടില്ലാതിരുന്ന കുറേയധികം കാര്യങ്ങൾ ഇവർ ചെയ്തു പോയി എന്നവർക്ക് ഈ ഒരു നിമിഷം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും ഇവർ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, സ്വയം ഒരു കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളതാണ്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അവർ നിങ്ങളെ കണക്ട് ചെയ്യാൻ നോക്കുമ്പോഴൊക്കെയും ശരിക്കും അവരുടെ മുന്നിൽ വരുന്ന ഒരു രൂപം എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര കെയറിങ് ആയിട്ടുള്ള, ശരിക്കും ലവബിളായിട്ടുള്ള, അവരെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന, അവരെ കെയർ ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് അവർക്ക് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് കിട്ടുന്നത്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവരൊരിക്കലും നിങ്ങളോട് നീതി കാണിച്ചിട്ടില്ല, ചീറ്റിംഗ് ആണ് ചെയ്തത് എന്നൊക്കെയുള്ള തിരിച്ചറിവും ഈ ഒരു സമയമുണ്ട്. അപ്പോൾ ഇതിൽ ഒരു നിങ്ങളെന്ന് പറയുന്നത് ശരിക്കും കെയറിങ് നേച്ചറുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ പല കാര്യങ്ങളും മാറ്റിവെച്ച് അല്ലെങ്കിൽ ഒരു ത്യാഗം സഹിച്ച് ഇവരുടെ കൂടെ നിന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ. നിങ്ങളുടെ പല കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് ഇവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു സമയം അവരത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം ഒരു കാര്യം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളിപ്പോൾ അങ്ങോട്ട് അത് കൊടുക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ നിങ്ങളിലേക്ക് ചിലപ്പോൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈ ചെയ്ത കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ ഈ ഒരു സമയം അവരുടെ മുന്നിൽ ശരിക്കും തെളിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളോട് അതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ ഈ ഒരു സമയം അവർക്ക് തോന്നുന്നുണ്ട്. പേജ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ്. ഒരു ആക്ഷൻ എടുക്കണം എന്ന് അവർക്കറിയാം, പക്ഷേ എങ്ങനെ എടുക്കും എന്ന് കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വീണ്ടും റീകണക്ട് ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ട്. പക്ഷേ അതിനുള്ള വഴികളൊക്കെ ഇവർ ആദ്യം തന്നെ അടച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. നൈൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഒരു വെയിറ്റിംഗ് എനർജിയാണ്. കാരണം നിങ്ങളിലോട്ട് കണക്ട് ചെയ്യാൻ ഇവർക്ക് ഒരുപാട് കടമ്പകൾ താണ്ടി വേണം വരാൻ. ഇവർ ആൾറെഡി നിങ്ങളെ ചിലപ്പോൾ പാസ്റ്റിൽ കുറേ കുറ്റമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കുറ്റങ്ങൾ മാത്രം മറ്റുള്ളവരോട് സംസാരിച്ച് നിങ്ങളെ ശരിക്കും ചെറുതാക്കി കണ്ടിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതിന് കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്സ് പറഞ്ഞ് വെച്ചിട്ടുള്ളത് കൊണ്ട് ഇപ്പം ഇവർക്ക് നിങ്ങൾ നല്ലതാണെന്ന് പറയാൻ അവർക്ക് പറ്റില്ല. മറ്റുള്ളവരുടെ കൂടെ അങ്ങനെ പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. അപ്പം ഇതെന്ത് ചെയ്യണം എന്നാണ് ഇവരിപ്പോൾ ചിന്തിക്കുന്നത്. ആൾറെഡി അവരൊരു നെഗറ്റീവ് ഇമേജ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക്, അതായത് നിങ്ങളെ അറിയാവുന്ന, ഈ ആളിനെ അറിയാവുന്ന കുറേ ആൾക്കാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം അത് എങ്ങനെ മാറ്റും? അതൊക്കെ സത്യമല്ല, ഇവരവരുടെ ലാഭത്തിന് വേണ്ടിയിട്ടും അവർ ജയിക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞ കാര്യമായിരിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്ത് ഈ ഒരു ബ്ലോക്കേജസ് മാറ്റുമെന്നാണ് ഇവരിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പം ഇതിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ സന്തോഷിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതിങ്ങനെ തന്നെ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്ന കുറേ ആൾക്കാരുണ്ട്. അതിന് നിങ്ങളെയും അവരെയും പലതരത്തിൽ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം.
ഇത് ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നുള്ളതിലുപരി മറ്റാൾക്കാർക്ക് നിങ്ങൾ സെപ്പറേറ്റ് ആകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ട് കുറേ ആൾക്കാർ പ്രവർത്തിച്ചിട്ടുമുണ്ട്. അതിൻ്റെ ഒരു ഫലം കിട്ടി എന്നുള്ളതാണ്. അവർ മറ്റുള്ള ആൾക്കാർ ചെയ്തതിൻ്റെ ഫലം എന്തായാലും നിങ്ങൾ സെപ്പറേറ്റഡ് ആയിപ്പോയി. അപ്പോൾ ഇതിൽ ഇത് എങ്ങനെയാണ് മുന്നോട്ട് വന്ന് ഈ ഒരു ബ്ലോക്കേജസ് ഒക്കെ തീർക്കേണ്ടത് എന്നാണ് അവർ ഈ ഒരു സമയം ആലോചിക്കുന്നത്. മൂൺ കാർഡാണ്. ശരിക്കും ഒരു വിഷമത്തിലാണ് അവർ. പക്ഷെ അവരുടെ ഇമോഷൻസ് ഒക്കെ അവർ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നും പുറത്ത് പറയുന്നില്ല, നിങ്ങളോടും പറയുന്നില്ല, പിന്നെ ഈ കൂടെയുള്ള ആൾക്കാരോടും പറയാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇതിനൊരു മീഡിയേറ്റർ വേണം. അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ വീണ്ടും ഒന്നാകാൻ വേണ്ടിയിട്ട് ഒരു മീഡിയേറ്റർ വേണം. പക്ഷേ ആ മീഡിയേറ്റർ ആര് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അത് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഒരു ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ പോലെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അവരുടെ മനസ്സെന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരുന്നു എന്നൊക്കെ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ശരിക്കും എനർജറ്റിക്കലി കണക്റ്റഡ് ആണ്. അപ്പോൾ അവരുടെ ഇമോഷൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഈ ഒരു സമയം അവർ സ്വപ്നം കാണുകയോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയം. അപ്പോൾ ഈ ഒരു കാര്യം എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, അവർ പറയാതെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. അവർ നേരിട്ട് പറയുകയോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും കൂടെ പറഞ്ഞ് നിങ്ങളെ അറിയിക്കുകയോ ചെയ്യാതെ നിങ്ങൾ നേരിട്ട് ആ ഒരു എനർജി വഴി നിങ്ങളൊന്ന് കണക്ട് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു സമയം. പക്ഷേ അവരുടെ ഇമോഷൻസ് എല്ലാം അവർ ഹൈഡ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ്. ഒന്നും തന്നെ അവർ ഓപ്പണായിട്ട് പറയുന്നില്ല, പറയാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം കുറേയധികം തടസ്സങ്ങൾ അവരുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. 9 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ഫുള്ളി ഈ ഒരു വാതിൽ ക്ലോസ് ആയിപ്പോയ പോലെയാണ് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇത് ഇവർ നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ചെയ്യാത്ത തെറ്റുകൾക്ക് ഒരുപാട് ഹരാസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ വാതിൽ അടച്ചു കളഞ്ഞു എന്ന് അവരിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഒരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ മറ്റാൾക്കാരുടെ ഒരു പ്രേരണ നിമിത്തം നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഈ ഒരു സെപ്പറേഷൻ വന്നതായിരിക്കണം. മറ്റാൾക്കാർ പറഞ്ഞത് ഈ വ്യക്തി കേട്ടത് കൊണ്ടുണ്ടായ ഒരു സെപ്പറേഷനാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോഴും ആ വ്യക്തിയോട് പൂർണ്ണമായും സ്നേഹമുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കും നല്ല സ്നേഹമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന കുറേ കാര്യങ്ങൾ, മറ്റുള്ളവരുടെ ഒരു കാര്യലാഭത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ ചെയ്ത കുറേ കാര്യങ്ങളിൽ ഈ ആൾ പെട്ടുപോയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ സമയത്ത് ഇവർക്ക് വേറെ റിലേഷൻഷിപ്പിലോട്ടൊക്കെ ഇവർ പോയിട്ടുണ്ടായിരിക്കാം. അതൊരു മറയാക്കാൻ വേണ്ടിയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഇവരിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അത് മറയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഇവർ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങളിൽ മുഴുവൻ നിങ്ങളാണ് മിസ്റ്റേക്ക്, അല്ലെ നിങ്ങളുടെ തെറ്റുകൊണ്ടാണ് അവർ ഈ ഒരു ബന്ധം ഇല്ലാതാക്കി കളഞ്ഞത് എന്നൊക്കെ ഇവർ സ്വയം ന്യായീകരിക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ കൺവിൻസ് ചെയ്യിക്കാനും അവർ ശ്രമിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പൂർണ്ണമായി ഒരു വാതിലടച്ച പോലെയാണ് അവർക്കിപ്പോൾ മനസ്സിലാകുന്നത്. വേണ്ടിയിരുന്നില്ല, ചെയ്യേണ്ടിയില്ലാത്ത കാര്യമാണ് ചെയ്തതെന്നൊക്കെ ഈ ഒരു സമയം അവർ ചിന്തിക്കുന്നുണ്ട്. 2 ഫാൻസിൻ്റെ എനർജിയാണ് ഇതിൽ. അവരിങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ മുന്നിൽ ഒന്നിലധികം ഓപ്ഷൻസ് സ്റ്റിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ ഓപ്ഷനൊന്നും ഇവർ സാറ്റിസ്ഫൈഡ് അല്ല. ഇവരുടെ മുന്നിലുള്ള മറ്റു കാര്യങ്ങളിലൊന്നും തന്നെ ഇവർ സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ടാണ് അവർ വീണ്ടും ഈ എത്ര അടച്ചു പോയി എന്ന് പറഞ്ഞാലും എത്ര എൻഡാക്കി പോയി എന്ന് പറഞ്ഞാലും ആ ഒരു സിറ്റുവേഷനിലേക്ക്, നിങ്ങളുടെ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് തിരിച്ചു വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ജസ്റ്റിസാണ് ഇതിനകത്ത്. അപ്പം നിങ്ങൾ സത്യമാണ് എന്നുള്ളതാണ്, നിങ്ങളാണ് സത്യം. അപ്പോൾ അത് ഇവരുടെ അനുഭവത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയ കാര്യമായിരിക്കണം. ഇവർ വിചാരിച്ചതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഇവരുടെ കൂടെ നിന്ന ആൾക്കാരോ ഇവരുടെ സിറ്റുവേഷനൊക്കെ മാറി മറിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് നിങ്ങൾ സത്യമുള്ളത് കൊണ്ടാണെന്നാണ് ഇവരിപ്പോൾ മനസ്സിലാക്കുന്നത്. ജസ്റ്റിസ് നിങ്ങളുടെ ഭാഗത്താണ്. ഇപ്പോൾ നിങ്ങളോട് ചെയ്ത ഒരു കർമ്മത്തിൻ്റെ ഫലം അവർ ഈ ഒരു സമയം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഇതിന്ന് വിട്ടുപോകാൻ, ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി പോകാൻ നിങ്ങൾക്കിപ്പോൾ ഓക്കെ ആയിരിക്കും. നിങ്ങളതിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ ഇവരുടെ പിറകെ ബെഗ് ചെയ്ത് നടന്നിട്ടുണ്ടായിരിക്കും.
ഒന്ന് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാനോ നിങ്ങൾ ഇവരെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിപ്പിക്കാനൊക്കെ ഒരുപാട് ഇവർ പിറകെ നടന്നിട്ടുണ്ടായിരിക്കും, കൺവിൻസ് ചെയ്യിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. ഏതോ ഒരു പോയിന്റിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തു, നിങ്ങളുടെ കാര്യം നോക്കി എന്നാണ്. പക്ഷേ ഈ ഒരു സമയം നിങ്ങളുടെ കാര്യം നോക്കിയ സമയം മുതലാണ് ഇവർക്ക് കർമ്മ കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിൽ നിങ്ങളാണ് സത്യം എന്നുള്ളൊരു ഫീലാണ് ഇപ്പോൾ അവർക്കുള്ളത്. അത് തിരിച്ചറിവാണ് അവർക്കുള്ളത്. 10 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു സമയം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ പൂർണ്ണമായി എൻഡ് ആക്കി എന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്കിനി അവരുടെ ആവശ്യമില്ല എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ കറണ്ട് ട്രൂ ഫീലിങ്സ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് തന്നെ നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂ ഒക്കെ മാറിപ്പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.